എഫ് ഡി ക്രെഡിറ്റ് കാർഡ് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡിന് നല്ല രീതിയിലൊരു ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാഷ് ബാക്കും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. സ്റ്റേബിൾ മണി സൂര്യോദയ ബാങ്കായിട്ട് ടൈപ്പായിട്ട് സൂര്യോദയ ബാങ്കിൻ്റെ എഫ് ഡി ബേസ്ഡ് ക്രെഡിറ്റ് കാർഡാണ് നമുക്ക് കിട്ടുന്നത്. 8.5% ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് പറ്റും. നമുക്കപ്പോൾ 8.5% എഫ് ഡി എമൗണ്ടിന് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂര്യോദയ ബാങ്ക് എന്ന് പറയുന്നത് ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അപ്പോൾ 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് നമുക്ക് RBIയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇൻഷുറൻസ് വരുന്നുണ്ട്. അപ്പോൾ 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് നമുക്ക് വലിയ ഇഷ്യൂ ഇല്ല. ബട്ട് അതിന് മേലുള്ള എമൗണ്ട് ഇടാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ കേസിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് മിനിമം 1000 രൂപയാണ് എഫ് ഡി എമൗണ്ട് ആയിട്ട് ഇടേണ്ടത്. 1000 രൂപ എഫ് ഡി എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ 900 രൂപയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് ബെനിഫിറ്റ്സ് ആരൊക്കെയാണ് ഈ ക്രെഡിറ്റ് കാർഡിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ എലിജിബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിബിൽ സ്കോറിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ സാലറിയുടെ സ്ലിപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് 0 സിബിൽ സ്കോറിൽ തന്നെ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് പറ്റും. എഫ് ഡി എമൗണ്ട് ആയിട്ട് മിനിമം 1000 രൂപയാണ് ഇടേണ്ടത്. നമുക്ക് അപ് ടു എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടാനായിട്ട് പറ്റും. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് 2 ടൈപ്പ് ഓഫ് വേരിയൻസ് ആണ് വരുന്നത്. റുപ്പേ സെലക്ട് ആൻഡ് റുപ്പേ പ്ലാറ്റിനം. റുപ്പേ സെലക്ട് കാറ്റഗറി കിട്ടണമെങ്കിൽ 1,15,000 രൂപ ഇട്ടാലാണ് നമുക്ക് റുപ്പേ സെലക്ട് ക്രെഡിറ്റ് കാർഡ് ഈ ഒരു സൂര്യോദയ ബാങ്കിൻ്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അവരുടെ സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ക്രെഡിറ്റ് കാർഡ് നല്ലോണം ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വഴി നമ്മൾ ചെയ്യുന്ന പേയ്മെൻറ്റ്സിന് 0.5% ക്യാഷ് ബാക്ക് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ചെറിയൊരു ക്യാഷ് ബാക്ക് എമൗണ്ട് ആണ്, 0.5% ആണ് നമുക്ക് കിട്ടുന്നുള്ളൂ. ബട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു ബേസിക് ക്രെഡിറ്റ് കാർഡാണ്. റുപ്പേ സെലക്ട് കാറ്റഗറീസിലാണ് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഓരോ വർഷവും ഹെൽത്ത് ചെക്കപ്പും അതുപോലെ തന്നെ ഗോൾഫ് ആക്സസും പ്രൈം മെമ്പർഷിപ്സും അല്ലെങ്കിൽ ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് അതുപോലത്തെയുള്ള മെമ്പർഷിപ്സ് ഒക്കെ നമുക്ക് ഓരോ വർഷവും കിട്ടുന്നുണ്ട്. ബട്ട് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ 1,15,000 രൂപ നമ്മൾ എഫ് ഡി എമൗണ്ട് ഇടേണ്ടതാണ്. ഇതൊരു ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡും കൂടിയാണ്. ഒരു മാസം നമുക്ക് മാക്സിമം ക്യാഷ് ബാക്ക് ആയിട്ട് 3000 രൂപ വരെയാണ് ഈ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് കിട്ടുന്നത്. ഫോൺ പേ, ഗൂഗിൾ പേ അതുപോലെ തന്നെ സൂപ്പർ മണി പ്ലാറ്റ്ഫോംസിലൊക്കെ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതുവഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ടും പറ്റുന്നതാണ്. ഈ കാർഡിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് ലൗഞ്ച് ആക്സസ് ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. 8 കോംപ്ലിമെൻ്ററി ലൗഞ്ച് ആക്സസ് ഫെസിലിറ്റിയാണ് ഈ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാക്സിമം പെർ ക്വാർട്ടറിൽ നമുക്ക് 2 വിസിറ്റാണ് അലോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലൗഞ്ച് ആക്സസിൻ്റെ കേസിൽ അപ് ടു 2 വിസിറ്റും കൂടി നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൂര്യോദയ ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡിന് കൂടെ നമുക്ക് ഇൻഷുറൻസ് ഫെസിലിറ്റിയും കൂടി കിട്ടുന്നുണ്ട്. റുപ്പേ പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ വരെയുള്ള ആക്സിഡന്റൽ ഇൻഷുറൻസ് ആണ് കിട്ടുന്നത്. റുപ്പേ സെലക്ട് കാറ്റഗറി ആണെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപ വരെ ആക്സിഡന്റൽ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നുണ്ട്. സൂര്യോദയ ബാങ്കിൻ്റെ ഈ ഒരു എഫ് ഡി ബേസ്ഡ് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് എടുക്കാനായിട്ട് മാക്സിമം നോക്കുക. എക്സൈറ്റിംഗ് ഓഫേഴ്സ് നിങ്ങൾക്ക് ആ ലിങ്ക് എടുത്ത് കഴിഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡൊക്കെ അപ്ലൈ ചെയ്തിട്ട് റിജക്റ്റ് ആവുന്ന ആൾക്കാർ, UPS സ്പെൻഡൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് തന്നെയാണത്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ക്രെഡിറ്റ് കാർഡാണ്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാഷ് ബാക്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. 0.5% ആണ് ഉള്ളത്. ബട്ട് നിങ്ങൾക്ക് എഫ് ഡി എമൗണ്ട്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു എമൗണ്ട് ഒരു 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് എഫ് ഡി ഇട്ടിട്ട് 8.5% ഇൻട്രസ്റ്റ് റേറ്റും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു സിബിൽ സ്കോർ ബിൽഡ് ചെയ്തെടുക്കാനും ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.